കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ്എഫ്ഐക്ക് ഉജ്ജ്വല വിജയം. അതേസമയം വോട്ടെണ്ണലിന് പിന്നാലെ കെഎസ്യുവിൻ്റെ നേതൃത്വത്തിൽ വ്യാപക അക്രമം അഴിച്ചുവിട്ടു. വോട്ടെണ്ണലിനിടെ ബാലറ്റ് പേപ്പർ തട്ടിയെടുത്തും കീറിയെറിഞ്ഞും തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ അട്ടിമറിച്ചു. എസ്എഫ്ഐ പ്രവർത്തകർക്ക് പരിക്ക് പറ്റി. കേന്ദ്ര കമ്മിറ്റി അംഗം അനുരാഗ്, ചാല ഏരിയ വൈസ് പ്രസിഡന്റ് റിസ്വാൻ അഹമ്മദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വിജിൻ വായന്തോടുണ്ട് വിശദാംശങ്ങളുമായി. വിജിൻ, എസ്എഫ്ഐയുടെ ചരിത്ര വിജയത്തിന് പിന്നാലെ കെഎസ്യു വ്യാപകമായ അക്രമമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ബാലറ്റ് പേപ്പർ തട്ടിയെടുത്തും കീറിയെറിഞ്ഞും വോട്ടെണ്ണൽ പോലും അട്ടിമറിക്കുന്ന സാഹചര്യത്തിലേക്ക് കെഎസ്യു എത്തിയിരിക്കുന്നു. പരാജയത്തിലുണ്ടായ മനോവിഷമത്തിലാണ് ഇത്തരം രീതികളിലേക്ക് കെഎസ്യുവിനെ പ്രേരിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? എന്തായാലും സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമാണ് എസ്എഫ്ഐ നേടിയത്. എല്ലാ പാനലിലേക്കും മേജർ സീറ്റുകളിലേക്കും വനിതകളെ മത്സരിപ്പിച്ച് പൂർണ്ണമായും എല്ലാവരെയും വിജയിപ്പിക്കാൻ എസ്എഫ്ഐക്ക് കഴിഞ്ഞു. എക്സിക്യൂട്ടീവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 15 സീറ്റുകളിൽ 13 സീറ്റും നേടാൻ എസ്എഫ്ഐക്ക് കഴിഞ്ഞു. ഒപ്പം തന്നെ മറ്റ് വിഭാഗങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും വലിയ തരത്തിലുള്ള വിജയം എസ്എഫ്ഐ കേരള സർവകലാശാലയിൽ നേടി. അതിനുശേഷമാണ് സെനറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നടന്നത്. അതിലാണ് ഇത്തരത്തിൽ കെഎസ്യുവിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള അക്രമം സെനറ്റ് ഹാളിനകത്ത്, അതായത് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്ന സെനറ്റ് ഹാളിനകത്ത് കെഎസ്യുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ബാലറ്റ് പേപ്പറുകൾ കീറിയെറിഞ്ഞു. ഏകദേശം 15 വരുന്ന ബാലറ്റ് പേപ്പറുകൾ കീറിയെറിഞ്ഞാണ് ഈ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കുന്ന ഒരു നടപടിയിലേക്ക് കെഎസ്യുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ഉണ്ടായത്. കെഎസ്യു സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവ്യർ ഉൾപ്പെടെ ഉള്ള സമയത്താണ് ഇത്തരത്തിലുള്ള അക്രമം അഴിച്ചുവിട്ടത്. എന്തായാലും വലിയ തരത്തിലുള്ള വിജയം എസ്എഫ്ഐ നേടിയപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐ വലിയ തരത്തിലുള്ള പ്രതിഷേധവും ഉയർത്തിക്കൊണ്ടുവന്നു. സെനറ്റ് ഹാളിന് മുമ്പിൽ കെഎസ്യു പ്രവർത്തകരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നീക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം എസ്എഫ്ഐയുടെ ഭാഗത്തുണ്ടായി. എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PM മാർഷുവിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ എസ്എഫ്ഐ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നത്. ഈ ഒരു ഭാഗത്ത്, സെനറ്റ് ഹാളിൻ്റെ ഒരു ഭാഗത്ത് പൂർണ്ണമായും അക്രമം നടത്തുകയും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ആക്രമിക്കുകയും ചെയ്തു. അധ്യാപകരും അതുപോലെ തന്നെ ഈ സർവകലാശാലയിലെ ജീവനക്കാരും ഉൾപ്പെടെയുള്ളവരായിരുന്നു ഈ കൗണ്ടിംഗ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത്. അവരെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഒപ്പം തന്നെ ഈ ബാലറ്റ് സൂക്ഷിച്ചിരുന്ന ബോക്സുകളും അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളും ഒക്കെ നശിപ്പിക്കുകയും ചെയ്തു കെഎസ്യു പ്രവർത്തകർ. തുടർന്ന് ആണ് ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് എസ്എഫ്ഐ നീങ്ങിയത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലൊരു പ്രകോപനം സൃഷ്ടിക്കാനുള്ള നീക്കം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ എസ്എഫ്ഐ അവരുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴി ഇത്തരത്തിൽ കെഎസ്യു തെരഞ്ഞെടുപ്പ് കൗണ്ടിങ്ങിനകത്ത് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമം നടത്തുന്നു, അക്രമം അഴിച്ചുവിടുന്നു എന്ന കാര്യം വ്യക്തമാക്കി അതിൻ്റെ വീഡിയോ ഉൾപ്പെടെ നൽകിയിരുന്നു. പക്ഷേ അതൊന്നും പുറത്ത് എത്താത്ത ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായതിലുള്ള പ്രതിഷേധം അല്പം മുമ്പ് ആർഷോ വ്യക്തമാക്കുകയും ചെയ്തു. മാധ്യമങ്ങളൊന്നും ഇത്തരത്തിൽ ആ കാര്യം വാർത്തയാക്കാൻ തയ്യാറല്ല. കെഎസ്യുക്കാരെ എസ്എഫ്ഐ ആക്രമിച്ചു എന്ന നിലയിലുള്ള വാർത്തകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായ വലിയ പ്രതിഷേധം എസ്എഫ്ഐ അറിയിക്കുകയും ചെയ്തു ആർഷോ. അക്കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി എസ്എഫ്ഐ വ്യക്തമാക്കുന്നത്, എല്ലാ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലും ശക്തമായ വിജയം എസ്എഫ്ഐ നേടിയിരിക്കുന്നു. ഇന്ന് നടന്ന കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിലും ശക്തമായ വിജയം, ചരിത്ര വിജയം തന്നെയാണ് എസ്എഫ്ഐക്ക് ഉണ്ടായത്. ഇത്തരത്തിൽ നിങ്ങളെല്ലാവരും വാർത്തകൾ തങ്ങൾക്കെതിരായി മാത്രം നൽകുന്ന ഘട്ടത്തിലും വിദ്യാർത്ഥികൾ തങ്ങൾക്കൊപ്പം ആണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഓരോ തെരഞ്ഞെടുപ്പ് വിജയവും എന്നും ആർഷോ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും കെഎസ്യു അക്രമത്തിനെതിരെ വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ട് ഇപ്പോഴും എസ്എഫ്ഐ പ്രവർത്തകർ ഈ ക്യാമ്പസിനകത്ത് നിൽക്കുകയാണ്. പല എസ്എഫ്ഐ പ്രവർത്തകർക്കും പരിക്കേറ്റ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എസ്എഫ്ഐയുടെ ആവശ്യപ്രകാരം ഏറ്റവും അവസാനമാണ് രാത്രിയോടുകൂടി ഏകദേശം മണിക്കൂർ മുമ്പാണ് കെഎസ്യു പ്രവർത്തകരെ ഈ സെനറ്റ് ഹാളിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. വിജിൻ തുടരുക. ഇപ്പോൾ ആർഷോയുടെ പ്രതികരണം കൂടി കേൾക്കാം. സെനറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടമെത്തുമ്പോൾ നിലവിലുള്ള എണ്ണങ്ങൾ പ്രകാരം, നിലവിലുള്ള കൗൺസിലർമാരുടെ വോട്ട് പ്രകാരം 8 സീറ്റിലേക്ക് എസ്എഫ്ഐയും 2 സീറ്റിലേക്ക് കെഎസ്യുവും ജയിക്കേണ്ടുന്ന നിലയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാനം നഗരി കേന്ദ്രീകരിച്ചുകൊണ്ട് കെഎസ്യുവിനകത്തുള്ള വിഭാഗീയതയുടെ ഭാഗമായി ചേരിതിരിഞ്ഞുകൊണ്ട് കെഎസ്യുവിൻ്റെ UUCമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, അതിൻ്റെ തുടർച്ചയിൽ ബോധപൂർവം സെനറ്റ് തെരഞ്ഞെടുപ്പ് നിർത്തിവെപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്ത് സംഘർഷമുണ്ടാക്കുകയും വിപുലമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള സംഘർഷം, നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളെ മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ആ സംഘർഷത്തിൻ്റെ തുടർച്ചയിൽ 15ഓളം വരുന്ന ബാലറ്റ് പേപ്പറുകൾ, സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 15ഓളം വരുന്ന ബാലറ്റ് പേപ്പറുകൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുകയാണ്. വളരെ ബോധപൂർവം ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ ആകെ അട്ടിമറിക്കുന്ന നിലയിലേക്ക്, ബാലറ്റ് പേപ്പർ മോഷ്ടിക്കുന്ന നിലയിലേക്ക് കെഎസ്യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കെഎസ്യുവിൻ്റെ നേതാക്കന്മാർ മാറുകയാണ്.
വിജിനുണ്ട്. വിജിൻ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സംഘർഷത്തിന് അയവുണ്ടോ? മറ്റു വിശദാംശങ്ങൾ. ബിനു, എന്തായാലും അക്രമം നടത്തിയ KSU പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. SFI പ്രവർത്തകരാണ് ഇപ്പോൾ ഉള്ളത്. ചരിത്രപരമായ ഒരു വിജയം ഉണ്ടായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിലുള്ള പ്രതിഷേധവുമായിട്ടാണ് SFI പ്രവർത്തകർ ഇപ്പോൾ ഈ കേരള സർവകലാശാല ക്യാമ്പസിന് അകത്ത് നിൽക്കുന്നത്. PM മാർഷോ, SFI സംസ്ഥാന സെക്രട്ടറി നമ്മുടെ ഒപ്പം ചേരുകയാണ്. എന്താണ് നിലവിൽ ഇപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ ഒരു നീക്കം, നടപടി എന്തായിരിക്കും? അല്ല, ഒന്ന് വലിയ ക്രിമിനൽ പ്രവർത്തനമാണ് ഇന്ന് സർവകലാശാലയ്ക്കകത്ത് നടന്നിട്ടുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ, ബാലറ്റ് വളരെ പരസ്യമായിട്ട് പോലീസുകാർ ഉൾപ്പെടെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ബാലറ്റ് പേപ്പർ കീറി എറിയുന്ന നിലയിലേക്ക് KSU സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ മാറുകയാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നു. ഇതിനെതിരെ സംസാരിച്ച ആളുകളെ മുഴുവൻ സംഘം ചേർന്ന് അതിനകത്തിട്ട് ആക്രമിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക്, സ്ഥാനാർത്ഥികൾക്ക് ഉൾപ്പെടെ പരിക്കേറ്റു. അതിനകത്തുണ്ടായിരുന്ന ജീവനക്കാർക്ക് പരിക്കേറ്റു. ആ സർവകലാശാല സെനറ്റ് ഹാളിനകത്ത് നശിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലൊക്കെ നശിപ്പിച്ചു. വലിയ നാശനഷ്ടം ഉണ്ടാക്കി. ഇതിനകത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഘട്ടത്തിൽ മുഴുവൻ സീറ്റുകൾക്കകത്ത് പ്രധാനപ്പെട്ട ജനറൽ സീറ്റിൽ മുഴുവൻ SFI ജയിച്ചു. അക്കൗണ്ട്സ് മുഴുവൻ സീറ്റിലും ജയിച്ചു. എക്സിക്യൂട്ടീവ് 15-ൽ 13 സീറ്റിലും SFI ജയിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയിൽ സെനറ്റ് തെരഞ്ഞെടുപ്പിനകത്തും വലിയ വിജയത്തിലേക്ക് 8 സീറ്റുകളോളം 10-8 സീറ്റുകളോളം വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലർമാർ SFIക്കുണ്ട്. വോട്ടെണ്ണൽ പൂർത്തിയായാൽ 8 സീറ്റിലേക്ക് SFIയുടെ വിജയം ഉറപ്പാണ്. ആ ഒരു ഘട്ടമെത്തുമ്പോഴാണ് ഈ നിലയിൽ ജനാധിപത്യ സംവിധാനത്തെ ആകെ അട്ടിമറിച്ചുകൊണ്ട് വലിയ അക്രമ പ്രവർത്തനത്തിന് KSU നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇതിനകത്ത് ഈ ഘട്ടത്തും വലിയ പ്രതിഷേധമുണ്ട്. ഈ നിലയിൽ അക്രമം ഉണ്ടായിട്ടും ഈ നിലയിൽ അക്രമം ഉണ്ടായി ഞങ്ങളുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സഖാക്കളെ തലയടിച്ച് പൊളിക്കുന്ന നിലയുണ്ടായി. ഞങ്ങൾ അങ്ങേയറ്റം സംയമനം പാലിച്ച് ഞങ്ങൾ സമാധാനപരമായി സർവകലാശാലയുടെ സെനറ്റ് ഹാളിൻ്റെ പുറത്തിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. ഞങ്ങളുടെ ജയിച്ച സഖാക്കളെ വെച്ച് ഞങ്ങൾ പ്രകടനം നടത്തി. ഏറ്റവും സമാധാനപരമായി ജെനുവിനായിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റണം, അവർക്കെതിരെ കേസെടുക്കണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. എന്നാൽ അതിനോട് പോലീസ് സ്വീകരിച്ച സമീപനം മണിക്കൂറുകളോളം KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായില്ല. ഇതിനെ തുടർച്ചയിൽ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് പോയ ആളുകളെ, അറസ്റ്റ് ചെയ്ത് മാറ്റിയ ആളുകളെ വഴിയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി ഇറക്കിക്കൊണ്ടുപോയി എന്നുള്ളവരാണ് ഞങ്ങൾ ഈ ഘട്ടത്തിൽ അറിഞ്ഞിട്ടുള്ളത്. ഈ നിലയിലുള്ള ക്രിമിനൽ വാഴ്ച കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും KSUവിൻ്റെയും നേതൃത്വത്തിൽ തലസ്ഥാന നഗരിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പോലീസ് ആക്ഷൻ എടുക്കുന്നില്ല. ഈ നിലയ്ക്ക് സമാധാനപരമായി നിൽക്കുന്ന SFI പ്രവർത്തകരുടെ മെക്കിട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുക അങ്ങേറ്റം പ്രതിഷേധമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഏറ്റവും ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഞങ്ങളുടെ പരിക്കേറ്റിട്ടുള്ള പ്രവർത്തകരുണ്ട്, അവരെ ഏറ്റവും അടിയന്തരമായി ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും. നിലവിൽ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടു. സെനറ്റ് തെരഞ്ഞെടുപ്പ് നിലവിൽ നിർത്തിവെക്കുന്നത് റദ്ദ് ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഇമ്മീഡിയറ്റായി സെനറ്റ് ഇലക്ഷൻ നടക്കണം. സെനറ്റ് തെരഞ്ഞെടുപ്പ് നടക്കണം. അതിൻ്റെ തുടർച്ചയിൽ സിൻഡിക്കേറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ് നടക്കണം. വർഷങ്ങളായി കേരള സർവകലാശാലയിൽ ഈ നിലയിൽ സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതിയിൽ വിദ്യാർത്ഥി പ്രതിനിധികളില്ല. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിവിധങ്ങളായ വിഷയം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കേണ്ടുന്ന ആളുകളാണ് വിദ്യാർത്ഥി പ്രതിനിധികൾ. എന്നാൽ ആ അവസരം നിഷേധിക്കപ്പെടുകയാണ്. ഏറ്റവും ഇമ്മീഡിയറ്റായി സെനറ്റ് തെരഞ്ഞെടുപ്പ് വീണ്ടും നോട്ടിഫൈ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതിനാവശ്യമായിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി വേണം. ഏറ്റവും ഇമ്മീഡിയറ്റായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. എന്തായാലും ഈ കുറ്റക്കാർക്കെതിരെ നടപടി വേണം. സെനറ്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയ അട്ടിമറിച്ചവർക്കെതിരായി അവർക്കെതിരെ ശക്തമായ പോലീസ് നടപടി ഉണ്ടാകണം. ഒപ്പം തന്നെ സെനറ്റ് തെരഞ്ഞെടുപ്പ് വീണ്ടും എത്രയും പെട്ടെന്ന് നടത്തുകയും മറ്റ് സർവകലാശാലയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്ന കാര്യവുമാണ് ഇപ്പോഴും SFI നേതാക്കൾ വ്യക്തമാക്കുന്നത്. വിജിൻ, ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തുടർ നടപടികൾ ഏത് തരത്തിലായിരിക്കും എന്നുകൂടി? വിനു, ഇത്രയും നേരമായിട്ടും വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിൻ്റെ ഭാഗത്തുനിന്നോ മറ്റ് അധികൃതരുടെ ഭാഗത്തുനിന്നോ ഒന്നും എന്താണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. നിലവിൽ സെനറ്റ് തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്തു എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. മറ്റ് എല്ലാ പോസ്റ്റിലേക്കും ഏകദേശം 15ഓളം വരുന്ന എക്സിക്യൂട്ടീവിലേക്ക് 13ഇടത്തും SFI വിജയിച്ചു. മറ്റ് വിഭാഗത്തിലുള്ള 5 സീറ്റുകളിൽ അതിലും SFI പൂർണ്ണമായും വിജയിച്ചു. 7 മേജർ സീറ്റുകളിൽ SFI വനിതാ വിദ്യാർത്ഥിനികൾ ചരിത്ര വിജയം നേടുന്ന സാഹചര്യം ഒക്കെ നൽകിയത്.